രാവിലെ കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഉച്ചയോടെ വർധനവ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയോടെ നേരിയ വർധനവുണ്ടായി. പവന് 520 രൂപ വർദ്ധിച്ച് 1,25,040 രൂപയായി. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 15,630 രൂപയായി. ഇന്ന് രണ്ടാം തവണയാണ് സ്വർണ്ണവിലയിലെ മാറ്റം. രാവിലെ പവന് 2,400 രൂപ കുറഞ്ഞിരുന്നു. ആഗോള വിപണിയിലെ വിലവർധനവിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വർദ്ധിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ വൻ കുതിപ്പ് നടത്തിയതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് 2,400 രൂപ കുറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 8,440 രൂപയുടെ വർധനവുണ്ടായിരുന്നു. കറാച്ചിയിൽ കുടുങ്ങിയ 3 മലയാളികൾ നാട്ടിലേക്ക്. പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 3 മലയാളികളെ നാളെ നാട്ടിലെത്തിക്കും. പാലക്കാട് കൊടുമ്പ് സ്വദേശി കൃഷ്ണദാസ് നാഗലൂർ, ഭാര്യ ഡോക്ടർ രശ്മി സോമൻ, മകൾ സ്മൃതി മേനോൻ എന്നിവരെയാണ് നാളെ പുലർച്ചെ കൊച്ചിയിലെത്തിക്കുന്നത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യൻ പൗരന്മാരാണ് കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. KP ശങ്കർദാസിന് ജാമ്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസിന് ജാമ്യം ലഭിച്ചില്ല. സ്വർണ്ണക്കൊള്ളക്കേസിൽ ശങ്കർദാസ് സമർപ്പിച്ച 2 ജാമ്യ ഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യ ഹർജി സമർപ്പിച്ചത്. എന്നാൽ ശങ്കർദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. സിദ്ദിഖ് MLA സംസാരിക്കവേ കൂവി വിളിച്ച സംഭവത്തിൽ പരാതിയുമായി ദുരന്തബാധിതർ. വയനാട് ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ സിദ്ദിഖ് MLA സംസാരിക്കവേ CPM പ്രവർത്തകർ കൂവി വിളിച്ച സംഭവത്തിൽ പരാതിയുമായി ദുരന്തബാധിതർ. MLA കൂവി വിളിച്ച് അപമാനിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷിച്ച കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ദുരന്തബാധിതരുടെ സംഘടനയായ ജനശബ്ദം പോലീസിൽ പരാതി നൽകി. പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിച്ചത് മനുഷ്യത്വത്തിന് നിരക്കാത്ത നടപടിയാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ദുരന്തബാധിതർ സംശയിക്കുന്നുവെന്നും സംഘടന ആരോപിച്ചു. വയനാട് SP-ക്കാണ് ജനശബ്ദം ചെയർമാൻ പരാതി നൽകിയത്. KSUവിന്റേത് ആസൂത്രിത പ്രതിഷേധമെന്ന് വീണ ജോർജ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തനിക്ക് നേരെ ഉണ്ടായത് വെറും പ്രതിഷേധമല്ലെന്നും മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ആക്രമണമാണെന്നും മന്ത്രി വീണ ജോർജ്. ഇരയെ കാത്തിരിക്കുന്ന പുലി പതുങ്ങിയിരുന്ന് ചാടി വീഴുന്നത് പോലെയാണ് പ്രതിഷേധക്കാർ തനിക്ക് നേരെ വന്നതെന്ന് മന്ത്രി വിവരിച്ചു. കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ എന്തിനാണ് പോലീസ് വലയം ഭേദിച്ച് അത്രയും അടുത്തെത്തിയത്? ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കാമായിരുന്നില്ലേ എന്നും മന്ത്രി ചോദിച്ചു.